ഭീഷണിപ്പെടുത്തിയവരെന്ന് സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ്? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ചരിത്രം കാണാത്ത സൈനിക ശക്തി പ്രയോഗിക്കുമെന്നും ആവശ്യമെങ്കിൽ ഇറാനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുമെന്നും പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിത ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പറയുകയാണ്. ഒരു വശത്ത് യുദ്ധത്തിന്റെ തീ ആളിക്കത്തിക്കുന്ന പ്രസ്താവനകളും മറുവശത്ത് സമാധാന ചർച്ചകൾ വഴിയൊരുക്കുന്ന നയതന്ത്ര നീക്കങ്ങളും അമേരിക്കയുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. മാസങ്ങളായി പരസ്യമായും രഹസ്യമായും സമ്മർദ്ദം ചെലുത്തിയിട്ടും ഏത് ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാന്റെ ആവർത്തിച്ച മുന്നറിയിപ്പുകളും പ്രാദേശിക സഖ്യരാജ്യങ്ങളുടെ ആശങ്കകളും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളും അമേരിക്കയെ വീണ്ടും ചർച്ചകളുടെ മേശയിലേക്ക് നയിച്ചോ? അതോ ഇത് വെറും സമയം നേടാനുള്ള അമേരിക്കയുടെ മറ്റൊരു തന്ത്രപരമായ നീക്കമാണോ? എന്തായാലും യുദ്ധഭീഷണികളിൽ നിന്ന് സമാധാനത്തിന്റെ ഭാഷയിലേക്കുള്ള ഈ അപ്രതീക്ഷിത മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഇറാനെതിരായ ആക്രമണ പദ്ധതികൾ ഒരു കരാറിന്റെ പരിധിയിൽ എന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഇറാനും ചില പ്രാദേശിക രാജ്യങ്ങളും കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിനായി ഒരു ഇടവേള അഭ്യർത്ഥിച്ചതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം. എന്നാൽ ഇതിന് സമാന്തരമായി ഇറാൻ നൽകിയ ശക്തമായ മുന്നറിയിപ്പുകളും അമേരിക്കയുടെ കണക്കുകൂട്ടലുകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി നടത്തിയ സംഭാഷണത്തിൽ രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്ന് വ്യക്തമാക്കി. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഏതൊരു പുതിയ ആക്രമണത്തിനും അതിൽ സഹകരിക്കുന്ന പ്രാദേശിക ശക്തികൾക്കും നിർണായകവും ആനുപാതികവുമായ മറുപടി ലഭിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ഇത് വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും ആവശ്യമെങ്കിൽ സൈനികമായി പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ സൂചനയാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനിടെ പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കി. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിനുമായി ഖത്തരി മധ്യസ്ഥൻ ഇറാനും അമേരിക്കയും തമ്മിൽ പ്രത്യേക ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാന്റെ മുന്നറിയിപ്പുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ മാത്രം പരിമിതമാകില്ലെന്ന് ഇറാൻ പാർലമെന്ററി ദേശീയ സുരക്ഷാ സമിതി വക്താവ് വ്യക്തമാക്കി. ആക്രമണം എവിടെ നിന്നുണ്ടായാലും അതിന്റെ ഉറവിടത്തെ തന്നെ ലക്ഷ്യമാക്കി പ്രതികരിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. അമേരിക്കൻ എംബസികൾ പശ്ചിമേഷ്യയിൽ വിവിധ രാജ്യങ്ങളിൽ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതും സാഹചര്യം എത്രത്തോളം ഗൗരവമായിരുന്നതിന് തെളിവായി. ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾക്ക് പിന്നാലെ അമേരിക്കൻ പൗരന്മാരും ഉദ്യോഗസ്ഥരും അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടൊപ്പം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പോലും ട്രംപിനോട് ടെലിഫോണിൽ സംസാരിച്ച് ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഖത്തർ, UAE, തുർക്കി, പാകിസ്ഥാൻ എന്നിവയും കൂടുതൽ സൈനിക നടപടികൾ ഒഴിവാക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഇതിനു മുൻപ് നടന്ന ഏറ്റുമുട്ടലുകളിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും നിർണായക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കിയെന്നാണ് വിലയിരുത്തൽ. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയ്ക്കുന്നത് പോലും പെന്റഗൺ ആലോചിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഈ വിലയിരുത്തലുകൾ കൂടുതൽ ശക്തി ലഭിച്ചു. മേഖലയിലെ ദീർഘകാല സൈനിക വിന്യാസം തുടരണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കൻ സുരക്ഷാ വൃത്തങ്ങളിൽ ഉയരുന്നത്. അതേസമയം തന്നെ ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആധിപത്യത്തിന് കനത്ത തിരിച്ചടിയായി ഇറാൻ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ മാധ്യമമായ പ്രസ് ടിവിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റിലെ അഹമ്മദ് അൽ ജാബർ വ്യോമതാവളത്തിൽ ഇറാൻ സൈന്യം നടത്തിയ കാമിക്കാസെ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് വൻ നാശനഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ഹാങ്കറുകളും ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങളും തകർത്ത ഈ ആക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി മേഖലയിൽ തുടരുന്ന അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ സുരക്ഷിതത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇറാനിയൻ തിരിച്ചടിയുടെ ആഘാതം കണക്കിലെടുത്ത് കുവൈറ്റിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള സാധ്യത പെന്റഗൺ ഗൗരവമായി വിലയിരുത്തുകയാണ്. കുവൈറ്റിലെ അമേരിക്കൻ സാന്നിധ്യം തങ്ങൾക്കൊരു ബാധ്യതയെ മാറുന്നുണ്ടോ എന്ന് അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഈ സാന്നിധ്യം അത്യന്താപേക്ഷിതമാകുന്ന വൈരുദ്ധ്യാത്മക സാഹചര്യമാണ് നിലവിലുള്ളത്. അമേരിക്കയും കുവൈറ്റ് സിറ്റിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളും നിലവിൽ പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രകോപനപരമായ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗ്വേഷം ദ്വീപിലെ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ ഇപ്പോൾ കുവൈറ്റിലെ താവളങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏത് ശത്രു ആക്രമണത്തിനും പേർഷ്യൻ ഗൾഫിനും പുറമെ എല്ലാ ശത്രു താവളങ്ങളെ ലക്ഷ്യമാക്കി ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരു കാര്യമാണ്: ഭീഷണികളുടെ ഭാഷയിൽ ആരംഭിച്ച ഈ ഏറ്റുമുട്ടൽ യഥാർത്ഥ സമാധാന ചർച്ചകളിലേക്ക് വഴിമാറുമോ?
അതോ വീണ്ടും പശ്ചിമേഷ്യയെ പുതിയ സംഘർഷത്തിലേക്ക് തള്ളിവിടുമോ എന്നതാണ്. ഏത് വഴിയാണ് മുന്നിലുള്ളതെങ്കിലും സൈനിക ശക്തിയും നയതന്ത്രവും ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് മേഖലയെന്നും ഒരു തെറ്റായ തീരുമാനം ആഗോള സുരക്ഷയെയും ഊർജ്ജ വിപണിയെയും ഗുരുതരമായി ബാധിക്കാനിടയുണ്ടെന്നുമാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ.